ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ മുൻകൂട്ടി കാണിക്കുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ്. അപ്പൊ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വീഡിയോ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയും ഭയവും ഒക്കെയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമില്ല. കാര്യം നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാൻസറിനൊക്കെയുള്ള മരുന്നുകളും അതിൻ്റെതായ വാക്സിനേഷൻസ് ഒക്കെ ഒരുപാട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കുകയല്ല ഇവിടെ വേണ്ടത്. തുടക്കത്തിലെ തന്നെ നമ്മൾ രോഗത്തിനെ ഡയഗ്നോസ് ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ആയി കഴിയുമ്പോൾ അത് നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള സാഹചര്യം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ പിടിച്ചു കെട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ക്യാൻസർ, അതുപോലെ തന്നെ ക്യാൻസറിനെ നമുക്ക് എങ്ങനെ മുൻകൂട്ടി നമ്മുടെ ശരീരത്തിലെ ലക്ഷണങ്ങളിലൂടെ അറിയാനായിട്ട് സാധിക്കും, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അപ്പൊ എന്താണ് ക്യാൻസർ എന്ന് നമുക്ക് ഫസ്റ്റ് പറയാം. അപ്പൊ ക്യാൻസർ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ക്യാൻസർ എന്ന വേർഡ് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഈ ക്യാൻസർ എന്ന് അറിയുന്നില്ല. അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തില് ജനിതക ഘടന അനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ സെൽസുകളും ഉള്ളത്. പക്ഷെ ഈ ജനിതക ഘടനയുടെ അനുസരണം അല്ലാത്ത രീതിയിൽ നമ്മുടെ സെൽസുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്യാൻസർ എന്ന അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വരും. അതായത് നമുക്ക് സെൽസ് ഇപ്പൊ ഒരു സെല്ലിൽ നിന്ന് തന്നെ ഒരു 100 സെൽസ് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 1000 സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മനസ്സിലായോ? ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഇങ്ങനെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്ര കൂടുതലല്ല, എന്നാലും 1ൽ നിന്ന് 15 സെൽസോ അങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സെൽസിനെ ഒന്നും അവിടെ സ്ഥിരപ്പെടുത്തില്ല നമ്മുടെ ശരീരം. അതിനെയൊക്കെ നമ്മുടെ ശരീരം പ്രതിരോധിക്കുകയും അതിനപ്പം തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. പക്ഷെ ക്യാൻസർ രോഗികളുടെ ശരീരത്തിൽ അങ്ങനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ശേഷി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത സെൽസ് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോഷണങ്ങൾ മുഴുവൻ വലിച്ചെടുക്കുകയും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ശരീരം ക്ഷീണമാവുകയും നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ക്യാൻസറിന്റെ മുൻകൂട്ടി അറിയാനുള്ള ചില ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കത് പരിചയപ്പെടാം. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ ശരീരം കൊണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സംതിങ് ആയിട്ടുള്ള എന്തോ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതിൽ തുടക്കത്തില് നമുക്ക് വരുന്ന ചില ലക്ഷണങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാത്ത പനിയായിരിക്കും. അതായത് നമുക്ക് പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു ചെറിയ ജലദോഷപ്പനി വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അവിടെ പനി ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ജലദോഷം വരുന്നു, അല്ലെങ്കിൽ ചുമ വരുന്നു, കഫക്കെട്ട് വരുന്നു. ഇതിന്റെയൊക്കെ നേരത്ത് നമുക്കൊരു സീസണൽ ആയിട്ടൊക്കെ നമുക്ക് പനികൾ ഇങ്ങനെ വിട്ടുമാറാണ്ട് വരും. ഇത് ഞാൻ അതൊന്നും അല്ല പറയുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനിക്കാനായിട്ട് തുടങ്ങാം. അതായത് വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു പനി ആയിരിക്കില്ല, വളരെ ചെറിയ ടെമ്പറേച്ചർ ആയിരിക്കും, പക്ഷെ ഇത് വിട്ടുമാറുന്നില്ല. മനസ്സിലായി? നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും വിട്ടുമാറുന്നില്ല. പ്രത്യേകിച്ച് രാത്രി സമയത്താണ് ഈ പനിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് വിയർക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ബേണിംഗ് സെൻസേഷൻ ഉണ്ട്, നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ചൂട്, ഭയങ്കരമായിട്ട് ചൂട് വമിക്കുന്ന പോലെ ഒക്കെ ഫീൽ ചെയ്യാണ്. പ്രത്യേകിച്ച് രാത്രി നേരത്തെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ രീതിയിലൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് ശ്രദ്ധിക്കണം. വിട്ടുമാറുന്നില്ല, എത്ര മെഡിസിൻ കഴിച്ചാലും വിട്ടുമാറുന്നില്ല. അപ്പൊ ഇത് ഈ ഒരു പനി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്തെങ്കിലും ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തത് ബോഡി വെയിറ്റ് കുറയുക എന്നുള്ളതാണ്. അപ്പൊ ബോഡി വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു ജനിതക ഘടനയിൽ നമ്മുടെ വെയിറ്റ് ഇത്രത്തോളം ഉണ്ട്. എല്ലാവരും ജനിക്കുമ്പോൾ തൊട്ട് നമുക്ക് അങ്ങനെ, പിന്നെ നമ്മൾ അതിൽ ഡയറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വല്ല നമ്മുടെ സോഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും എൻവയറമെന്റ് ഡിഫറൻസ് ഒക്കെ വരുന്ന രീതിയിൽ നമുക്കൊക്കെ കുറച്ചിൽ വരാം. ഇപ്പൊ ഡയറ്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വ്യായാമ സംബന്ധമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് അതൊന്നുമില്ലാതെ നമ്മൾ എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഒരു കാരണവുമില്ലാതെ നമ്മുടെ തടി കുറയുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ്. കാര്യം ഒരു മാസം കൊണ്ടൊക്കെ ഒരു 5-6 കിലോ ഒക്കെ കുറയാം. 1-2 കിലോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 5-6 കിലോ ഒക്കെ നമ്മൾ ഒരു മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് മാസത്തിലും നമ്മൾ അങ്ങനെ കുറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം. ഇത് എന്തുകൊണ്ടാണ് കുറയുന്നത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ സംഗതിയിൽ ഇങ്ങനെ കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ക്യാൻസറുള്ള ഒരു രോഗിയാണെങ്കിൽ അവിടെ ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സെൽസ് ഉണ്ടല്ലോ, ഈ സെൽസ് ആണ് ശരീരത്തിലുള്ള പോഷണം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തടി കുറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് അതിനുള്ള ചികിത്സകളിലേക്ക് നമ്മൾ പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കൂടിയാണ് ഈ ബോഡി വെയിറ്റ് കുറയുന്നത്.
ഇനി മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണമില്ലാതെ ശരീരത്തിന്റെ ഒരു ലൊക്കേഷനിൽ മാത്രം ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുക. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, നമുക്ക് അവിടെ തൊടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു ടെൻഡർനെസ് അല്ലെങ്കിൽ ഒരു വേദന, ഒരു നീര് പോലെ അനുഭവപ്പെടുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ എത്ര പെയിൻ കില്ലേഴ്സ് കഴിച്ചാലും അത് മാറുന്നില്ല. നമുക്കറിയാം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അതുപോലെ ആർത്രൈറ്റിസ് ഇഷ്യൂസുകളൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ചില ജോയിന്റ്സിലൊക്കെ പെയിനും വേദനകളൊക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ അതൊന്നും അല്ല പറയുന്നത്. ഒരു കാരണമില്ലാതെ നമുക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം ഭയങ്കരമായിട്ട് വേദനയും നീര് പോലെയൊക്കെ കാണിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഏതെങ്കിലും ലൊക്കേഷനിൽ കൂടുതലായിട്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സെൽസ് ഉണ്ടല്ലോ, ക്യാൻസർ സെൽസ്, അത് നമ്മൾ പെറ്റുപെരുകി അത് ആ ഭാഗത്തെ ഞെക്കിയിരിക്കുകയാണ്. ഒരു പ്രത്യേകിച്ച് ലൊക്കേഷനിൽ വന്നിട്ട് ആ ലൊക്കേഷനിൽ മാത്രം ഞെങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വേദന അനുഭവപ്പെടുന്നത്. പിന്നെ വരുന്നത് ഈ ക്യാൻസർ സെൽസ് പെരുകുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു കെമിക്കൽ, അതായത് ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു വസ്തു അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് ഈ വേദന കാണാറുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ക്യാൻസർ സ്പ്രെഡ് ചെയ്യപ്പെടാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റാസ്റ്റാസിസ് എന്നാണ് അതിനെ പറയുന്നത്. അതിന്റെ രീതിയിൽ നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം, ഇത് വേറൊരു ലക്ഷണമാണ്. അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം, അതായത് നമുക്കൊരു എനർജി ലോസ്, നമുക്ക് ഒരു കാരണമില്ലാതെ നമ്മൾ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. ഇത് അതൊന്നുമില്ല, ഒരു തരത്തിലുള്ള വർക്കും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം. നമുക്ക് ഒരു ആക്ടിവിറ്റീസും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്ഷീണം അനുഭവപ്പെടാം. ഒരു രോഗവും നമുക്കില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് അങ്ങനെ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്ന് തന്നെ നമ്മളത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നോക്കേണ്ടതാണ്, ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ ചുമ, ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ള വിട്ടുമാറാത്ത ചുമയൊക്കെ പല ആളുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഈ പ്രായമായ ആൾക്കാരിൽ. ഇപ്പൊ ചില കണ്ടീഷൻസിലൊക്കെ അങ്ങനെ വരാം. ഇപ്പൊ ചുമ നമുക്ക് ഈ കോവിഡിന്റെ അനന്തരം ഇപ്പൊ ഒരുപാട് ആൾക്കാരിൽ അങ്ങനെ വരേണ്ട ചുമ കാണുന്നുണ്ട്, വിട്ടുമാറാത്ത ചുമ. അലർജി കണ്ടീഷൻസ് ഉള്ളവർക്ക് ഉണ്ടാവാറുണ്ട്, ആസ്മ ഉള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊന്നുമല്ല, ഇത് ഒരു കാരണവും ഇല്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു 60 പ്രായമായവരിലാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. കഫം ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ചുമ വരിക, അത് വിട്ടുമാറുന്നില്ല. രാത്രി സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇനി കഫത്തിൽ രക്തമൊക്കെ കാണുക, മനസ്സിലായോ? അതേപോലെ ഈ ചുമ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ ഇത് ക്യാൻസറിന്റെ ഒരു ലക്ഷണമായേക്കാം. ഓക്കെ. പിന്നെ വരുന്നത് കഴല വീക്കാണ്. ഇപ്പൊ ലിംഫ് നോഡ്സിലൊക്കെ നമുക്ക് കഷത്തിൽ കഴല വരാം, അതേപോലെ നമുക്ക് തൊടയിടുക്കുകളിലൊക്കെ കഴല പോലെ വരുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമുക്ക് കൂടുതലായിട്ടും ഈ പാനൊക്കെ ഉള്ള ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് പേനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴലൊക്കെ വരാം കഴുത്തിൽ. അതൊന്നല്ല ഞാൻ പറയുന്നത്. അതേപോലെ പല്ലിൽ കേട് വരുന്ന സമയത്തൊക്കെ നമുക്ക് കഴലകൾ വരാം. അതൊന്നുമല്ല. ഇത് വരുന്നത് നമുക്ക് എന്താണ്, നമുക്ക് ഒരു കാരണവും ഇല്ലാതെ ലിംഫ് നോഡ്സിൽ കഴല പോലെ വരാം. ഇത് എല്ലാം ക്യാൻസർ ആവണമെന്നല്ല ഞാൻ പറയുന്നത്, ഇതായേക്കാം. ലക്ഷണങ്ങൾ നമുക്കത് കാണിക്കുന്നതിൽ ഒന്നിലധികം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് നമ്മൾ അതിനുള്ള എന്താണ്, അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത് മേ ബി ഇത് ലിംഫോമ അല്ലെങ്കിൽ അത് ലുക്കീമിയ എന്ന് വെച്ചാൽ ബ്ലഡ് ക്യാൻസർ ആണ്, ആ രീതിയിലുള്ള അസുഖമായിരിക്കാം. ലിംഫോമ ആയിരിക്കാം. മെറ്റാസ്റ്റാസിസ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം ഇതിന്റെ കാരണങ്ങൾ. ഇനി ഇതൊന്നും അല്ലാത്ത കാരണങ്ങളും വളരെ കോമൺ ആയിട്ട് ബെനൈൻ ആയിട്ടുള്ള കടലകളുണ്ട് കേട്ടോ, ബെനൈൻ ആയിട്ടുള്ള കടലകളുണ്ട്. അപ്പൊ അത് നമുക്ക് ഒന്നും ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെ ഒരു ലക്ഷണമാണ് കേട്ടോ, അതെപ്പോഴും മനസ്സിലാക്കുക. ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പൊ ഇത് എന്തായാലും ക്യാൻസർ ആണെന്ന് തെറ്റിദ്ധരിച്ച് പേടിക്കരുത്. ഇതൊക്കെ ലക്ഷണമാണ്. ഓക്കെ. അപ്പോ പിന്നെ വരുന്നത് സ്ഥാനത്തില്, നമുക്ക് ബ്രസ്റ്റിലൊക്കെ ഇപ്പൊ സ്ത്രീകളിലാണ് മുഴകൾ കാണാം. അതായത് നമ്മൾ അതിനുള്ളൊരു ലക്ഷണമൊക്കെ നമുക്ക് കാണാം. നമ്മൾ അത് പിടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കൊരു കഴല പോലെയും മുഴ പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് പലപ്പോഴും ഫൈബ്രോയിഡ് അഡിനോമ പോലത്തെ ചെറിയൊരു പ്രശ്നമാകാനാണ് കൂടുതൽ സാധ്യത ചില ആളുകളില്. അപ്പോ ഇതെല്ലാവരിലും കാണാറുണ്ട്, ഇപ്പൊ പൊതുവെ കാണുന്നുണ്ട് സ്ത്രീകളിൽ. ഇപ്പൊ മുലക്കണ്ണുകളിലൊക്കെ അവിടെ ഡിസ്ചാർജ് വരിക, ഡിസ്ചാർജിന്റെ കൂടെ രക്തം വരിക, പല സ്രവങ്ങൾ വരിക, മനസ്സിലായ ആ രീതിയിലൊക്കെ നമുക്ക് വരാം. അതുപോലെ ഉള്ളിലേക്ക് തള്ളി വരിക, ചൊറിച്ചിൽ വരിക, ഡ്രൈ സ്കിൻ ഇഷ്യൂസുകളൊക്കെ വരിക. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡിസ്ചാർജ് ഒക്കെ നിപ്പിൾസിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനുള്ള ടെസ്റ്റുകൾ എടുക്കണം കേട്ടോ. അപ്പൊ ഇതും ഒരു ലക്ഷണമായേക്കാം. പിന്നെ വരുന്നത് മലവിസർജനത്തിലാണ്. ഇപ്പൊ മലവിസർജനം ചെയ്യുന്ന സമയത്ത് അതിൽ ബ്ലീഡിങ് വരിക, അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. പൈൽസ് കൊണ്ടുവരാം, അതുപോലെ തന്നെ ഫിഷർ കൊണ്ട് വരാം, അതേപോലെ തന്നെ നമുക്ക് ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ വരാം. ഇതൊന്നും അല്ലാതെ നമുക്ക് കുടലിൽ ക്യാൻസർ വരികയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ, മലവിസർജനത്തിൽ കറുത്ത നിറം, അതുപോലെ റെഡ്നെസ്, ഈ ബ്ലീഡിംഗ് ഒക്കെ വരുന്നതായിട്ട്
കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് ബ്ലീഡിങ് വന്നതിന് ശേഷം നമുക്ക് മലം വരിക, അല്ലെങ്കിൽ മലത്തിൽ തന്നെ ബ്ലീഡിങ് വരിക, അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ലക്ഷണമാണ്. തുടക്കത്തിൽ ഇത് അറിയുകയാണെങ്കിൽ ഒട്ടും ശങ്കിക്കാതെ പോയി ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഏർലി ഡിറ്റക്ഷന് അത് സഹായിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എപ്പോഴും തുടക്കത്തിൽ ഇതിനെ ചികിത്സിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഇതിനെ തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ദഹനത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. ഒട്ടും വിശപ്പൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ നന്നായി കഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ പെട്ടെന്ന് നമുക്ക് ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല, വയറൊക്കെ മന്ദീഭവിച്ച പോലെ. പ്രത്യേകിച്ച് ആമാശയ ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ, കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറിനൊക്കെയാണ് ഇങ്ങനെ വിശപ്പ് അനിയന്ത്രിതമായിട്ട് കുറയുകയും ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലേക്കൊക്കെ നമ്മൾ മാറുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും വളരെ റയർ ആയിട്ടുള്ള കേസാണ് സ്കിന്നിൽ വരുന്ന ക്യാൻസർ. ഇത് സ്കിൻ ചേഞ്ചസ് ആണ് കാണിക്കുക. അത് വളരെ കുറവാണ്. ഇന്ത്യയിലൊക്കെ വളരെ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. സ്കിൻ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിൻ ക്യാൻസർ മറുകുകളാണ് ആദ്യം ഉണ്ടാവുക. അപ്പൊ മറുകുകൾ ഉണ്ടായിട്ട് ഇതിനൊരു ഇറഗുലർ മാർജിൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊടുന്ന സമയത്തൊക്കെ അത് വളരെ നേരിയതായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ കട്ടി അങ്ങ് കൂടും. കട്ടി കൂടിയിട്ട് അവിടെ വേദന വരും, നീര് വരും. പിന്നെ അവിടെ തൊടുമ്പോൾ ബ്ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങും, രക്തം വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ മറുകിൽ നിന്ന് രക്തം വരാനായിട്ട് തുടങ്ങും. ശരീരം മൊത്തം അത് വ്യാപിക്കും ഈ മറുക്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ വെരിക്കോസ് വെയിൻ ഇഷ്യൂസിലൊക്കെ നമുക്കറിയാം മുറിവുകൾ ഉണങ്ങാൻ കുറച്ച് പാടാണ്. പക്ഷെ ഇത് വെരിക്കോസ് ഒന്നും അല്ലാത്ത രീതിയിലും ഈ ചില മുറിവുകളൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണങ്ങുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുള്ള ചികിത്സകൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ക്യാൻസറിന്റെ ലക്ഷണമായേക്കാം. ഒരിക്കലും നമ്മൾ ഇതാണെന്നല്ല പറയുന്നത്, ആയേക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിൽ ഒന്നിലധികം ലക്ഷണങ്ങൾ ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ലക്ഷണം ഉള്ളവർ ഉണ്ടാവും. എന്തായാലും ശ്രദ്ധിക്കുക, അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാം. നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് വലിയ ഒരുപാട് പൈസയൊന്നും ആവില്ല. ചെറിയ ടെസ്റ്റുകളാണ്. ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏർലി ഡിറ്റക്ഷന് സഹായിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇങ്ങനെ അറിയാത്ത ആളുകളുണ്ടാവും, ഇത്തരം ലക്ഷണങ്ങൾ അറിഞ്ഞ് അത് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവരിലേക്കൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.